ഹലോ, നമുക്കിന്ന് നല്ല എരിവും പുളിയൊക്കെ ഉള്ള ഒരു മീൻകറി ഉണ്ടാക്കിയാലോ? ഈ ഒരു കുറുകിയ മീൻകറി ഉണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങൾക്ക് അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. 300 ഗ്രാം ചൂരമീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒരു 30 സെക്കൻഡ് ഇതിനൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു 20 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിയുടെ കളറൊക്കെ മാറി ഉള്ളി ഒന്ന് വാടി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി വാടി വരുന്ന സമയത്ത് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ഇവയെല്ലാം ചേർത്തിട്ട് മസാലയുടെ പച്ചമണം മാറി വരുന്നത് വരെ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസുള്ള തക്കാളി വളരെ തിന്നായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്, എല്ലാം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് പുളിവെള്ളമാണ്. ഒരു 1/4 കപ്പ് പുളിവെള്ളവും 1 കപ്പ് അളവിൽ സാദാ വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതിനൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിള വരുന്ന സമയത്ത് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുള്ള മീനിതാ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ പീസുകളൊക്കെ നമുക്ക് കറിയിലേക്കൊന്ന് താഴ്ത്തി വെക്കാം. ആ ഗ്രേവിയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതാ ജസ്റ്റ് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 10 to 15 മിനിറ്റ് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10-15 മിനിറ്റിന് ശേഷം നമ്മുടെ മീനിൽ മസാലയൊക്കെ നല്ല പോലെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഇതിനൊന്ന് തുറന്ന് വെച്ച് വറ്റിച്ചെടുക്കാം. ഇത് നിങ്ങൾക്ക് വേണ്ട പോലെ എടുക്കാവുന്നതാണ് കേട്ടോ. കാരണം നിങ്ങൾക്ക് നല്ലോണം വറ്റിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഇത്രയും ഗ്രേവി വേണമെങ്കിൽ അതിൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പം കറി നന്നായി കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് ഇതിനൊന്ന് അടച്ചു വെക്കാം. അപ്പോഴേക്കും എല്ലാം നല്ല പോലെ ഒന്ന് സെറ്റായി വരട്ടെ. അങ്ങനെ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ മസാലയൊക്കെ മീനിൽ പിടിച്ചിട്ട് നല്ല പോലെ സെറ്റായി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനത്തിന്റെ കൂടെ കഴിക്കാവുന്നതാണ് കേട്ടോ. ചോറിന്റെയോ അപ്പത്തിന്റെയോ എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടമായാൽ അഭിപ്രായം അറിയിക്കണേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.